നമ്മൾ പാകിസ്ഥാനിലെ ഭീരുക്കളുടെ അതായത് തന്തയ്ക്ക് പിറക്കാത്തവന്മാരുടെ വാർത്തകൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മുടെ സൈന്യം ഇറങ്ങി അടിക്കാനായിട്ട് സജ്ജമായിട്ടിരിക്കുകയാണ്. അവിടെ 6 പേരെയും വെച്ചുകൊണ്ട് 60 പേർക്കെതിരെ നിൽക്കുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് അവരുടെ സംഘബലമോ അല്ലെങ്കിൽ ആയുധബലമോ അല്ല, അവരുടെ മനോബലമാണ്. ഞങ്ങളുടെ ഇന്ത്യൻ സൈന്യത്തിന് ആണത്തമുണ്ട്. ആണത്തത്തോടൊപ്പം തന്നെ എല്ലാവരും ഒറ്റ തന്തയ്ക്ക് പിറന്നവരാണ്. നിന്നെയൊക്കെ പോലെ പല തന്തയ്ക്ക് പിറന്നവന്മാരല്ലടാ പാകിസ്ഥാനികളെ. ആ സൈന്യം ഒന്ന് ആഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ നീയൊന്നും ഒരു കാലത്തും എണീറ്റ് നടക്കില്ലെന്നല്ല, ജീവൻ പോലും കാണില്ല നിനക്കൊന്നും. ആ രീതിയിലേക്ക് ഞങ്ങളുടെ സൈന്യം അങ്ങോട്ടേക്ക് വരുന്നുണ്ടാ എല്ലാ സന്നാഹങ്ങളുമായിട്ട്. അമേരിക്ക കൂടെ നിന്നില്ലെങ്കിലും ഞങ്ങളുടെ സൈന്യത്തിന് ഉറപ്പുള്ള ആളുകളാണ്. നിന്നെപ്പോലെ ഈ ഉറപ്പില്ലാത്ത ആളുകളൊന്നും ഞങ്ങളുടെ സൈന്യത്തിലില്ല. പാകിസ്ഥാന്റെ സർവനാശം നമ്മൾ കാണാൻ പോവുകയാണ്. നമ്മുടെ ഇന്ത്യയിൽ ഒരാളുടെ ചോരയിൽ തൊട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ കണ്ണുനീര് വീണിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം എണ്ണി മറുപടി പറയാനായിട്ട് ഞങ്ങളുടെ സംഘം, ഞങ്ങളുടെ സൈന്യം, ഞങ്ങളുടെ സേന, ഇന്ത്യൻ സേന അങ്ങോട്ടേക്ക് വരുന്നുണ്ടാ. വന്നു കഴിഞ്ഞാൽ പിന്നെ നീയൊക്കെ ജീവിതത്തിൽ നീയൊക്കെ കുടിച്ച മുലപ്പാൽ വരെ തുപ്പും. ആ രീതിയിൽ വെടിയുണ്ട നിൻ്റെയൊക്കെ അണ്ണാക്കിൽ കൂടി കയറും. നിൻ്റെയൊക്കെ അണ്ണാക്കിലിട്ട് പൊട്ടിക്കാൻ ഞങ്ങളുടെ ഇന്ത്യൻ സൈന്യം വരുന്നുണ്ടാ. കാത്തിരുന്നോ നീയൊക്കെ? നിനക്കൊക്കെ അണ്ണാക്കിൽ വെടിയുണ്ട കൊണ്ട് പുഷ്പാഭിഷേകം നടത്താനായിട്ട്, അല്ലെങ്കിൽ നിനക്കൊക്കെ അണ്ണാക്കിൽ വായ്ക്കരി ഇടാനായിട്ട് വരുന്നുണ്ടാ ഞങ്ങളുടെ സൈന്യം. കാത്തിരുന്ന് കാണാടാ തന്തയ്ക്ക് മുൻപുണ്ടായ പാകിസ്ഥാനികളെ.